ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥയെന്ന് പറഞ്ഞാണല്ലോ, ഒരു പൂച്ചയുടെയും പട്ടിയുടെയും കഥയാണ്. നമ്മളൊരു വീട്ടിൽ കുറച്ച് ദിവസങ്ങളായിട്ട് അല്ല കുറച്ച് നാളുകളായിട്ട് വളർത്തുന്നവരാണെങ്കിൽ പോലും ഈ പൂച്ചയും പട്ടിയും തമ്മിൽ ഭയങ്കര ശത്രുക്കളയാണ്. അതിൻ്റെ കഥ എന്താണെന്നുള്ളത് അറിയത്തില്ല. ചില വീടുകളിൽ അതേ സമയത്ത് പട്ടിയും പൂച്ചയൊക്കെ ഭയങ്കര ലോഹ്യമായിട്ടൊക്കെ ഇരിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞാലും പട്ടിയും പൂച്ചയും ഒക്കെ ആയിട്ട് ഭയങ്കര കൂട്ടായിട്ട് കാണാൻ പറ്റും. പക്ഷേ ഞാൻ വളർത്തുന്നൊരു പട്ടിയും പൂച്ചയും എന്ന് പറഞ്ഞാണല്ലോ, കണ്ടാൽ അന്നേരം രണ്ടും കൂടെ കടിച്ചു കയറാനായിട്ട് വരും. അപ്പോൾ പട്ടിയും പൂച്ചയും നേർക്കുനേർ കണ്ടപ്പോഴത്തേക്ക് സംഭവിക്കുന്ന കാര്യങ്ങളാണ് നമ്മളിപ്പോൾ കാണിക്കാനായിട്ട് പോകുന്നത്. ഇവിടെ നമ്മൾ പട്ടിയെ കൊണ്ട് നമ്മൾ പൂച്ചയെടുത്ത് വന്നതാണ്. പക്ഷേ പട്ടിക്ക് വലിയ സ്നേഹം ലോഹ്യം കൂടണമെന്നൊക്കെയാണ് പ്ലാന്. പക്ഷേ പൂച്ചയ്ക്കാണ് ലോഹ്യം കൂടണ്ട, പൂച്ചയാണ് ശത്രുത കാണിക്കുന്നത്. അത് രക്ഷപ്പെടാനായിട്ട് നോക്കുക. പക്ഷേ ഈ പട്ടിയും പൂച്ചയും അവത്വശാലെങ്ങാനും കയ്യിൽ നിന്ന് നമ്മൾ തൊടലേ വിട്ടുപോയി കഴിഞ്ഞ് പൂച്ച അടുത്ത് ചെന്ന് കഴിഞ്ഞാണല്ലോ, ഈ പൂച്ച ഈ നഖവും കൊണ്ട് പട്ടിയുടെ മുഖത്തടിച്ചതിൻ്റെ മുഖമെല്ലാം കീറിപ്പോകും. ചിലപ്പോൾ എൻ്റെ കണ്ണിലൊക്കെ കൊള്ളുവാണെങ്കിൽ ചിലപ്പോൾ കണ്ണ് വരെ പോകും കേട്ടോ. അതുകൊണ്ട് ഒരു കാരണവശാലും ഈ പൂച്ചയുടെ അടുത്ത് പട്ടി ചെല്ലാൻ ഇടയാകരുത്, അല്ലെ പിന്നെ അതുപോലെ ലോഹ്യമായിരിക്കണം. അതുകൊണ്ട് എന്ത് ചെയ്ത് പൂച്ച തന്നെ ഒഴിവായി അങ്ങ് പോവുകയാണ്. അപ്പോൾ പുറകെ നമ്മുടെ ചിൻഷു പട്ടി, നമ്മുടെ ജൂലിപ്പെട്ടി ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പം അടുത്ത് ചെന്നാൽ പൂച്ച ആക്രമിക്കും. പട്ടി വലുതാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, പരിക്കുകൾ പറ്റുന്നത് പട്ടിക്കായിരിക്കും. അതുകൊണ്ട് നമ്മൾ പട്ടിക്ക് പരിക്ക് പറ്റാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബെൽറ്റിൽ പിടിച്ചിട്ടുണ്ട്. എങ്ങനെയെങ്കിലും ഇതിനെ ലോഹ്യപ്പെടുത്താനായിട്ടാണോ നമ്മൾ ശ്രമിക്കുന്നത്. ഇതിനെ തമ്മിൽ അടുപ്പിച്ചടുപ്പിച്ച് എപ്പോഴെങ്കിലും ലോഹ്യമാണല്ലോ, ഒരു വീട്ടിൽ താമസിക്കുന്നവരാകുമ്പോഴത്തേക്ക് പരസ്പരം ശത്രുക്കളായിട്ട് കഴിയുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ എങ്ങനെയാണല്ലോ നമ്മൾ ഷിൻഷുലോവിന് കൂട്ടുകൂടണമെന്നാണ് താല്പര്യം. പക്ഷേ നമ്മുടെ ചിക്കു ക്യാറ്റിന് അതേ സംബന്ധിച്ച് അതിന് പേടിയാണ്. അതിങ്ങനെ ആക്രമിക്കണം എന്നുള്ള ഒരു രീതിയിൽ പേടിയായിട്ടാണ്. കാരണം അതിൻ്റെ ആ ചെവിയൊക്കെ ഇരിക്കുന്നുണ്ട്, ചെവിയും വാലുമൊക്കെ ഇരിക്കുന്നതുകൊണ്ട്. അപ്പോൾ അത് വിചാരിക്കുന്നത് അതിനെ ആക്രമിക്കാനായിട്ട് ചെല്ലുന്നതാണ് ഈ ഡോഗെന്നാണ് അത് വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് അത് അങ്ങനെ ചെയ്യുന്നത്. പക്ഷേ ലോഹ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഏകദേശം അടുത്തൊക്കെ ഇങ്ങനെ നമ്മൾ കൊണ്ടുപോയൊക്കെ നമ്മൾ നിർത്തുന്നുണ്ട്. എന്നാലും അവർ ലോഹ്യമാകുന്നില്ല. കാരണം അത് വീണ്ടും അതിന് മനസ്സിലാകുന്നില്ലത് ഇത് ശത്രുവാണെന്നാണ് വിചാരം. പക്ഷേ ശത്രുവല്ല, മിത്രമാണ്. മിത്രമാക്കാനായിട്ടുള്ളൊരു ശ്രമമാണ് നമ്മൾ നടത്തുന്നത്. എങ്കിൽ പോലും അത് വിജയത്തിലെത്തുന്നില്ല. നമ്മൾ കുറേ നാളായിട്ട് നമ്മളിങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ രണ്ടുപേരെയും തമ്മിൽ ഒന്ന് ലോഹ്യപ്പെടുത്താനായിട്ടുള്ള ഒരു ശ്രമമാണ് നമ്മൾ കുറച്ച് നാളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വീണ്ടും അതിൻ്റെ ട്രൈ ചെയ്യുവാണ്. എങ്ങനെയാണ് നമ്മൾ ഷിൻഷു ഡോഗ് ലോഹ്യം കൂടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നമ്മൾ ചിച്ചു പൂച്ച ലോഹ്യം കൂടാനായിട്ട് വലിയ മടിയാണ് കാണിക്കുന്നത് കേട്ടോ. കാരണം വെച്ചാൽ അത് ചിലപ്പം ആക്രമിക്കാനൊക്കെ സാധ്യതയുണ്ട്. ഇതിൻ്റെ സമയത്തെന്ന് പറഞ്ഞാലുണ്ടല്ലോ, നമ്മളിപ്പോൾ ഈ പൂച്ചയുടെ അടുത്ത് നമ്മൾ ചെന്ന് കഴിഞ്ഞാലോ, പൂച്ച നമുക്കോട്ടും മാന്തും കടിക്കുകയൊക്കെ ചെയ്യും. അതാണ് കുഴപ്പം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ സമയത്ത് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഈ പൂച്ചയിലാണ് പിടിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ അത് നമ്മളെയും ആക്രമിക്കും. അതാണ് അതിൻ്റെ അടുത്ത് വേറൊരു കുഴപ്പമുള്ളത്. എങ്ങനെയാണ് നമ്മൾ ചെറുതായിട്ടൊന്ന് വീണ്ടും ഒന്ന് ട്രൈ ചെയ്തൊക്കെ നമ്മൾ നോക്കുവാണ്. എങ്ങനെയെങ്കിലും ഒന്ന് ലോഹ്യം കൂടാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. പുറകെ പോയൊക്കെ ലോഹ്യത്തിന് ശ്രമിക്കുന്നുണ്ട്. എങ്കിലും അവൻ വളരെ വയലൻസായിട്ടാണ് ഇരിക്കുന്നത്. അല്ലാത്ത സമയത്ത് ഭയങ്കര ലോഹ്യമായിട്ടോ. ഇത് എങ്ങനെയാണെങ്കിലും ലോഹ്യം കൂടുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. ഇതിങ്ങനെ പല പ്രാവശ്യമായി കഴിയുമ്പോഴത്തേക്ക് വല്ല മാറ്റവും വന്നെങ്കിൽ അത്രയായി. അതിനാണ് നമ്മൾ ശ്രമം നടത്തുന്നത്. കാരണം പട്ടിയുടെ ഭാഗത്തു നിന്ന് ലോഹ്യമൊന്നുമില്ല, കൂടാനാണ് അത് ശ്രമിക്കുന്നത്. പക്ഷേ നമ്മുടെ ക്യാറ്റ് ഇതിങ്ങനെ ഒരു വിഷമത്തിലിങ്ങനെ ഇരിക്കുവാണത്. ലോഹ്യം കൂടുതലെന്നുള്ളത് അറിയാം. എങ്ങനെയാണെങ്കിലും ഇത് നമ്മളൊക്കെ ഇങ്ങനെ പല പ്രാവശ്യം ട്രൈ ചെയ്ത് കഴിയുമ്പോൾ എൻ്റെ പേടിയൊക്കെ മാറ്റിയെടുത്ത് കഴിഞ്ഞാൽ എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രതീക്ഷ കേട്ടോ. നമുക്ക് എല്ലാ ദിവസവും ഇതിന് നമുക്ക് പ്രാക്ടീസ് കൊടുക്കാനായിട്ട് പറ്റുന്നില്ല. ഡെയിലി പ്രാക്ടീസ് കൊടുക്കുകയാണെങ്കിൽ പണ്ടേക്ക് ലോഹ്യമായായിരുന്നു. പക്ഷേ നമുക്ക് സമയം കിട്ടാത്തതുകൊണ്ട് അനുസരിച്ചാണ് നമ്മളിങ്ങനെയുള്ള പ്രാക്ടീസുകൾ നമ്മൾ കൊടുക്കുന്നത്. എങ്ങനെയാണെങ്കിലും നമ്മുടെ ക്യാറ്റ്, നമ്മുടെ ചിക്കു ക്യാറ്റ് ഒഴിവായി പോകുന്നൊരു ലക്ഷണമാണ് കാണുന്നത്. മാറി മാറിയാണ് ഇങ്ങനെ നടക്കുന്നത്. അപ്പോൾ എങ്ങനെയാണല്ലോ നമ്മുടെ ഷിൻഷു ഡോഗും ചിക്കു ക്യാറ്റും തമ്മിലുള്ള പ്രകടനം കണ്ടല്ലോ. ഓക്കെ.